നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് വിഷുവും അതോടൊപ്പം തന്നെ റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന 2 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസം 14 മുൻപ് തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ വിഷു കഴിഞ്ഞാലും ഈ ആനുകൂല്യം കിട്ടില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനം തന്നെയാണ് ഏപ്രിൽ മാസം വിഷുവിന് മുൻപ് തന്നെ ഈ ആനുകൂല്യങ്ങൾ നമ്മളുടെ കൈവശം നൽകുമെന്ന 2 മാസത്തെ കുടിശ്ശികയാണ് എത്തിച്ചേരുന്നത്. 2023 ഒക്ടോബറിലെയും നവംബറിലെയും പെൻഷനാണ് നമുക്ക് എത്തിച്ചേരുന്നത്. ഇതിനു മുൻപ് ഒരു ഗഡു സർക്കാർ സെപ്റ്റംബറിൽ അനുവദിച്ചിരുന്നു. അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഇനി 2 ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഈ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സൂചനകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ആശ്വാസത്തിന് വകയുണ്ട്. ഇനി ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന കുറേയധികം ആളുകൾ, 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതം ലഭിക്കുന്നത്. 1200 സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ 500 രൂപ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി 1200 ലഭിക്കുന്നവരുണ്ടെങ്കിൽ 400 രൂപ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ തുക കുറച്ചു പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിക്കാതെ വന്നിട്ടുണ്ട്. സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വേനൽക്കാലം കടുക്കുകയാണ്, ചൂട് കൂടുന്നു. ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കുപ്പിവെള്ളവും ജ്യൂസും മറ്റ് സർബത്തുകളെയും എല്ലാം തന്നെ ആശ്രയിക്കുന്നത് പതിവാണ്. ദിവസേന ഒന്നിലധികം തവണ ചിലപ്പോൾ ഈ സമയത്ത് നമ്മൾ ജ്യൂസുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് സർബത്തുകൾ ഉൾപ്പെടെ കുടിച്ചെന്ന് വരാം. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത, അത് പ്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ബോട്ടിലാണെങ്കിൽ അതിൻ്റെ സീലിംഗ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. ISI മുദ്രയുള്ള കുപ്പിവെള്ളമാണോ നമ്മളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കുക. കൃത്യമായിട്ട് കുപ്പിവെള്ളത്തിൻ്റെ ലേബലും അതോടൊപ്പം തന്നെ ബോട്ടിൽ ക്യാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് സീൽഡ് ആണോ എന്ന കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ഇനി അതോടൊപ്പം തന്നെ ജ്യൂസിലും സർബത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ്, അത് മലിനജലത്തിൽ നിന്ന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് വിവിധ മേഖലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയൊക്കെ പരിശോധനകൾ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ജ്യൂസിലൊക്കെ ഇടുന്ന ഐസ് ക്യൂബുകൾ അത് എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. വിശ്വസ്തതയുള്ള കടകളിൽ നിന്ന് ഇത്തരത്തിൽ ജ്യൂസും മറ്റ് പാനീയങ്ങളുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാറാകുന്നു. ഏപ്രിൽ മാസം 6-ാം തീയതിയുടെ വിതരണം പൂർത്തിയാകും. A റേഷൻ കാർഡിനും BPL റേഷൻ കാർഡിനും കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യവിഹിതമാണ് ലഭിക്കുന്നത്. ഈ ആനുകൂല്യങ്ങൾ പാഴാക്കാതിരിക്കുക. നിലവിൽ എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുക. ഈ പോസ്റ്റ് മെഷീനിലെ തകരാറുകളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പുതിയ ഗവേഷണ റിപ്പോർട്ട് കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് വരുന്നത്. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചവർക്കാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൻ്റെ പുതിയ നിർണായക കണ്ടെത്തലുകൾ വന്നിട്ടുള്ളത്. ഒഹയോ സ്റ്റേറ്റ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിലെ മോളിക്യുലർ ബയോളജിസ്റ്റ് ഐറിൻ കോണിൻ്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നിട്ടുള്ളത്. 1823 സംയുക്തങ്ങൾ പരിശോധന നടത്തിയപ്പോൾ ഈ രാസവസ്തുക്കൾ, ഹാൻഡ് സാനിറ്റൈസർ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന മസ്തിഷ്ക കോശങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഒലിഗോഡെൻഡ്രോസൈറ്റുകളുടെ വളർച്ചയെ തടയുകയോ അല്ലെങ്കിൽ അവയെ നശിപ്പിക്കാൻ തുടങ്ങുകയോ ചെയ്യുന്നുവെന്നാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന കോശമാണ് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.